ദിവസം നീണ്ടു നിൽക്കുന്ന കരിയർ വെബിനാർ സീരീസിന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ദിവസം ഷോർട്ട് ടേം കോഴ്സുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് CA, CS, CMA തുടങ്ങിയ ചാർട്ടേഡ് കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അടുത്ത ദിവസം കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും രക്ഷിതാക്കളെയും ഒരിക്കൽ കൂടെ ഈ ഒരു സെഷനിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ആഫ്റ്റർ +2 ദെൻ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഈ വെബിനാർ സീരീസിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ കോഴ്സുകൾ, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ, മത്സര പരീക്ഷകൾ, പ്രവേശന പരീക്ഷകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. 30 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിൽ 1-2 ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും +2 ശേഷം പോവാൻ പറ്റിയ കോഴ്സുകളെ കുറിച്ചും ആ കോഴ്സുകൾ നൽകുന്ന സ്ഥാപനങ്ങളെ കുറിച്ചും ആ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്താൽ തൊഴിൽ സാധ്യതകളെ കുറിച്ചും ആ കോഴ്സിലേക്കുള്ള എൻട്രൻസ് എക്സാംസിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1-2 ദിവസങ്ങൾ നമ്മൾ +2 ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷമുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ്, പ്രത്യേകിച്ച് ഗവൺമെന്റ് മേഖലയിലേക്കുള്ള ജോലി സാധ്യതകളെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കൊമേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, +1, +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾ എന്നെ കേൾക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്നെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10th കഴിഞ്ഞ് സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ തീരുമാനിച്ച ആൾക്കാരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ, മത്സര പരീക്ഷകൾ, പ്രവേശന പരീക്ഷകളൊക്കെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സയൻസ് മേഖല, അതുപോലെ തന്നെ കൊമേഴ്സ് മേഖല, ഹ്യൂമാനിറ്റീസ് മേഖല എന്നൊക്കെ തിരിച്ചാണ് പറയുന്നത്. ഇന്ന് കൊമേഴ്സ് മേഖലയിലെ ഒരു സാധ്യതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൊമേഴ്സ് മേഖലയിലെ സാധ്യതകളെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്ന് പറയും. ദെൻ മറ്റൊന്ന് മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, അക്കൗണ്ടന്റ് ആവുക, ഓഡിറ്റർ ആവുക, ടാക്സ് പ്രാക്ടീസ് ആവുക, ആ രീതിയിലേക്കുള്ള പഠന തൊഴിൽ സാധ്യതകളാണ്. ഈ മേഖലയിലേക്ക് വരാൻ +2 കഴിഞ്ഞ കുട്ടികൾക്ക് 2 വഴികളുണ്ട് പ്രധാനമായിട്ടും. ഫസ്റ്റ് വൺ ചാർട്ടേഡ് കോഴ്സുകളാണ്. ദെൻ സെക്കൻഡ് വൺ BCom ആണ്. ഈ ചാർട്ടേഡ് കോഴ്സുകൾ മാത്രം ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പർപ്പസ്. ദെൻ മറ്റൊരു മേഖല മാനേജ്മെന്റ് ആണ്. വലിയ വലിയ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് പോസ്റ്റിലേക്ക് വരാനുള്ള വഴികളാണ്. നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടേക്ക് വരാൻ +2 കഴിഞ്ഞതിന് ശേഷം 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി IPM എന്ന് പറയും, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിയും PGയും അഥവാ MBAയും ഒന്നിച്ച് കിട്ടുന്ന കോഴ്സുകളാണ്. ദെൻ മറ്റൊരു വഴിയാണ് സാധാ രീതിയിൽ പരമ്പരാഗതമായി നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി, BCom ആവാം, BBA ആവാം, ഏതുമാവാം, 3 വർഷം അല്ലെങ്കിൽ 4 വർഷം. ദെൻ എന്താണ് ഈ കൊമേഴ്സ് മേഖലയുടെ പ്രാധാന്യം എന്ന് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ പറയാറുണ്ട്, മോഡേൺ എക്കോണമിയുടെ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ ബാങ്കിങ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലകളാണ്. ദെൻ അതിൻ്റെ ബ്ലഡ്, അതുപോലെ തന്നെ മാംസവും ഒക്കെ കിടക്കുന്നത് അതിലെ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ, അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകളിലുമാണ്. എന്ന് വെച്ചാൽ ലിബറലൈസേഷന്റെയും പ്രൈവറ്റൈസേഷന്റെയും ഗ്ലോബലൈസേഷന്റെയും കാലത്ത് ബിസിനസ് മേഖലയിൽ ഒരുപാട് സാധ്യതകൾ, കൊമേഴ്സ് മേഖലയിലെ പ്രൊഫഷൻസിന് വലിയ വലിയ സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ആദ്യം നമ്മൾ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, അവ സമ്മറൈസ് ചെയ്യുക, അവ അനലൈസ് ചെയ്യുക തുടങ്ങിയ വർക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഇത് കിടക്കുന്നുണ്ട്. ദെൻ റിലേറ്റഡ് ആയ മറ്റൊന്നാണ് ഫൈനാൻസ്. ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദി ബ്ലഡ് ആണ്, ഒരു ജീവരക്തമാണ് ബിസിനസ്സിന് ആവശ്യമുള്ള. ഈ ഫണ്ട് എങ്ങനെ കണ്ടെത്താൻ പറ്റും, അത് ഏതെല്ലാം നിലയ്ക്ക് എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ലാഭം ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്ക് +2 കഴിഞ്ഞിട്ടുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ +2 നമുക്ക് 2 രീതിയിൽ വരാമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതൊരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ഫസ്റ്റ് വഴി ചാർട്ടേഡ് കോഴ്സുകളാണ്. ചാർട്ടേഡ് കോഴ്സുകളെ പൊതുവെ പ്രൊഫഷണൽ കോഴ്സ് എന്നും പറയാറുണ്ട്. പൊതുവെ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. ചില കോഴ്സുകൾ പ്രൊഫഷണൽ ആണ്, ചില കോഴ്സുകൾ പ്രൊഫഷണൽ അല്ല എന്നൊക്കെ.
ഫോർ എക്സാമ്പിൾ CA കുറിച്ച് നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയാറുണ്ട്, പക്ഷേ പലപ്പോഴും BCom നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയാറില്ല. സത്യത്തിൽ BCom ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. കാരണം ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ തക്ക രീതിയിലേക്ക് ഒരു കോഴ്സ് സഹായിക്കുമെങ്കിൽ ആ കോഴ്സ് ആക്ച്വലി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അതുകൊണ്ട് BCom ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, പക്ഷെ പൊതുവെ നമ്മൾ ചാർട്ടേഡ് കോഴ്സുകളെയാണ് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ CA, CS, CMA തുടങ്ങിയ കോഴ്സുകൾ. ദെൻ മറ്റൊന്നാണ് സാധാ രീതിയിലുള്ള ഡിഗ്രി, 3 വർഷം അല്ലെങ്കിൽ 4 വർഷം. FYUGP എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. ഇത് പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് കുട്ടികൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഒരു ഡിഗ്രി കഴിയണമെങ്കിൽ 4 വർഷം നിർബന്ധമായിട്ട് പഠിക്കണമെന്ന്. അത് നിർബന്ധമില്ല. +2 കഴിഞ്ഞ കുട്ടികൾക്ക് 3 വർഷം കൊണ്ട് ഡിഗ്രി ചെയ്യാം, 4 വർഷം കൊണ്ടും ഡിഗ്രി ചെയ്യാം. 3 വർഷം കൊണ്ട് ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ സാധാ രീതിയിലുള്ള ഡിഗ്രി കിട്ടും. ഈ ഡിഗ്രിക്ക് UG എന്നാണ് പറയാ, അണ്ടർ ഗ്രാജുവേറ്റ്. +2 കഴിഞ്ഞ കുട്ടികൾ മനസ്സിലാക്കുക, UG എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ്, 3 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി. ഓക്കെ, 4 വർഷം കൊണ്ടാണ് നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിഗ്രി വിത്ത് ഹോണേഴ്സ് എന്നാണ് പറയാ, ഹോണേഴ്സ്. ദെൻ 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതിനെ ഡിഗ്രി ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നാണ് പറയാ. ഡിഗ്രി ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞാൽ 4ാമത്തെ വർഷം അവസാനത്തെ സെമസ്റ്ററിൽ 1-2 പേപ്പറുകൾ നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോണേഴ്സ് വിത്ത് റിസർച്ച് കിട്ടും. ദെൻ 3 വർഷത്തെ ഡിഗ്രിയും ഉണ്ട്, 4 വർഷത്തെ ഡിഗ്രിയും ഉണ്ട്. പിന്നെ 3 വർഷത്തത് ചെയ്താൽ പോരെ, എന്തിനാണ് 4 വർഷത്തത് എന്നൊക്കെ കുട്ടികൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. 3 വർഷത്തെ ഡിഗ്രിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഡിഗ്രിക്ക് ശേഷമുള്ള PG, ഫോർ എക്സാമ്പിൾ BComന് ശേഷം MCom അല്ലെങ്കിൽ BAക്ക് ശേഷം MA അല്ലെങ്കിൽ BSCക്ക് ശേഷം MSc ചെയ്യുന്ന സമയത്ത് PG 2 വർഷം ചെയ്യേണ്ടി വരും. ഓക്കെ, 4 വർഷത്തെ ഡിഗ്രിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഡിഗ്രിക്ക് ശേഷമുള്ള PG, പോസ്റ്റ് ഗ്രാജുവേഷൻ, നമ്മൾ 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ഡിഗ്രിയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ PG ഇല്ലാതെ നമുക്ക് നേരിട്ട് PhD റിസർച്ചിലേക്കൊക്കെ പോവാനൊക്കെ പറ്റും. ഓക്കെ, ഈ 3 അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ BCom ആണ്. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്ക് വരാനുള്ള കോഴ്സ്, ബാച്ചലർ ഓഫ് കൊമേഴ്സ്. ദെൻ BBA ഫൈനാൻസ് എന്ന ഓപ്ഷനും ഉണ്ട്. ഇത് ചെയ്താലും അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്കൊക്കെ വരാൻ പറ്റും. പക്ഷേ പൊതുവെ BCom പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. ദെൻ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ചാർട്ടേഡ് കോഴ്സുകളെ കുറിച്ചാണ്. ചാർട്ടേഡ് കോഴ്സസ്, ഓക്കെ, കരിയേഴ്സ് ബിയോണ്ട് കാൽക്കുലേഷൻ അല്ലെ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ആണ്. വെറും ഒരു കാൽക്കുലേഷൻ അപ്പുറം എന്താണ് ഈ ചാർട്ടേഡ് കോഴ്സുകൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ആദ്യം തന്നെ നമുക്ക് ചാർട്ടേഡ് കോഴ്സസ് എന്താണെന്ന് മനസ്സിലാക്കാം. ചാർട്ടേഡ് കോഴ്സുകൾക്ക് എക്സാമ്പിൾ കുട്ടികൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, CA, CS, CMA, ACCA എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ദെൻ എന്താണ് ചാർട്ടേഡ് കോഴ്സുകൾക്ക് ഇന്ത്യയിലുള്ള പ്രത്യേകത എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള കോഴ്സാണ് ഇന്ത്യയിലെ ചാർട്ടേഡ് കോഴ്സസ്. കൊമേഴ്സ് വിദ്യാർത്ഥികൾ +1 ബിസിനസ് സ്റ്റഡീസിൽ 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, പബ്ലിക് പ്രൈവറ്റ് ഗ്ലോബൽ എന്റർപ്രൈസസ് എന്ന ചാപ്റ്ററിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ സംരംഭങ്ങൾ. പൊതുമേഖലാ സംരംഭങ്ങൾ ഇന്ത്യയിൽ 3 രീതിയിലുണ്ട്, ഡിപ്പാർട്ട്മെന്റൽ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഗവൺമെന്റ് കമ്പനി. രണ്ടാമത് പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. ദെൻ ഈ വർഷത്തെ +1 സ്റ്റുഡൻസിന് പബ്ലിക് എക്സാമിന് ചോദ്യം വരികയും ചെയ്തിട്ടുണ്ട്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ? പാർലമെന്റിൽ നിയമം പാസ്സാക്കിയെടുത്ത കോഴ്സുകളാണ് ഈ ചാർട്ടേഡ് കോഴ്സസ്. പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ പാസ്സാക്കിയെടുത്ത സ്ഥാപനങ്ങളെയാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാർട്ടേഡ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പാർലമെന്റിൽ നിയമം പാസ്സാക്കിയെടുത്ത കോഴ്സുകളാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം പവർ അല്ലെങ്കിൽ സൈനിങ് അതോറിറ്റി ഈ കോഴ്സുകൾക്കുണ്ട്. ഒരു CA-കാരൻ അല്ലെങ്കിൽ CA-കാരി അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സ് കഴിഞ്ഞാണ് CS-കാരൻ അല്ലെങ്കിൽ CS-കാരി അല്ലെങ്കിൽ CMA കഴിഞ്ഞ ഒരാള് സൈൻ ചെയ്താൽ മാത്രമേ മുഴുവൻ കമ്പനികൾക്കും അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത്ര വലിയ പവർ അല്ലെങ്കിൽ സൈനിങ് അതോറിറ്റി ആണ് ചാർട്ടേഡ് കോഴ്സുകളുടെ പ്രത്യേകത. ഇതുപോലെ തന്നെ മറ്റൊന്നാണ് പൊതുവെ ഇതിന്റെ ഒരു പ്രത്യേകത, കോളേജുകൾ ഉണ്ടാവുന്നില്ല. നമ്മൾ BComന് പഠിക്കാൻ പോവുകയാണെങ്കിൽ, BBAക്ക് പഠിക്കാൻ പോവുകയാണെങ്കിൽ, BSc ആണെങ്കിലും BA ആണെങ്കിലും ഒക്കെ നമുക്ക് കോളേജുകൾ ഉണ്ടാവും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. ഈ രീതിയിൽ കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് പഠിക്കുന്ന ഒരു രീതിയല്ല
പൊതുവെ ചാർട്ടേഡ് കോഴ്സുകൾക്കുള്ളത്. ചാർട്ടേഡ് കോഴ്സുകൾ നൽകുന്ന ബോഡിക്ക് ഉള്ള കോച്ചിങ് സെന്ററുകൾ ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് കോച്ചിങ് സെന്ററുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പൊതുവെ ചാർട്ടേഡ് കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നത്. ഞാൻ കുറച്ച് കോഴ്സുകൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാണ്. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള കോഴ്സാണ് CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. മറ്റൊന്ന് CS ആണ്, കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സ്. നമ്മുടെ ഹെഡിങ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് ആണ്. CS കഴിഞ്ഞ ഒരാൾ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്കല്ല വരുന്നത്. ചാർട്ടേഡ് കോഴ്സ് എന്നുള്ള ടൈറ്റിൽ ഉള്ളത് കൊണ്ടാണ് CS-നെ ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്. കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സ്. മറ്റൊന്നാണ് CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ദെൻ ACCA ഉണ്ട്, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. ദെൻ CIMA ഉണ്ട്, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. മറ്റൊന്നാണ് CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ദെൻ CMA ഉണ്ട്, US CMA ഇന്ത്യ ഉള്ളതുപോലെ. മറ്റൊന്നാണ് BAA, ബിസിനസ് അക്കൗണ്ടിംഗ് അസോസിയേറ്റ്. ദെൻ CAT ഉണ്ട്, സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ. CFA ഉണ്ട്, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. CIA ഉണ്ട്, സർട്ടിഫൈഡ് ഇന്റേണൽ ഓഡിറ്റർ, അതുപോലെ തന്നെ സർട്ടിഫൈഡ് ഇൻഡസ്ട്രിയൽ അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. CFP ഉണ്ട്, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ. CPM ഉണ്ട്, സർട്ടിഫൈഡ് പർച്ചേസ് മാനേജർ. CWM ഉണ്ട്, സർട്ടിഫൈഡ് വെൽത്ത് മാനേജർ. ദെൻ EA എന്നൊരു കോഴ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വ്യത്യസ്തമായ കോഴ്സുകൾ, ചാർട്ടേഡ് കോഴ്സുകൾ ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഉണ്ട്. ഞാൻ 15 കോഴ്സുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 10 നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഞാൻ ഈ കോഴ്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ധനീഷ്നാറോട് ആവശ്യപ്പെടുകയാണ്. അതിന് മുന്നേ ഈ ചാർട്ടേഡ് കോഴ്സുകൾ, അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലെ കോഴ്സുകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ ജോബ് പ്രോസ്പെക്ട്സ്, അതുപോലെ തന്നെ ആ മേഖലയിലേക്ക് വരുന്ന ആൾക്കുണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്തെല്ലാമാണ്, ഈ കോഴ്സ് കഴിഞ്ഞ ആൾക്ക് കിട്ടുന്ന ജോബ് പ്രൊഫൈൽസ് എന്തെല്ലാമാണ്, ആരെല്ലാമാണ് ഈ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് കോഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാം. എന്തെല്ലാമാണ് ജോബ് പ്രോസ്പെക്ട്സ്, ജോലി സാധ്യതകൾ? ഹൈ ഡിമാൻഡ് ഇൻ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. പൊതുമേഖലയിലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലും വളരെയധികം ഡിമാൻഡുള്ള ഒരു ഓപ്ഷനാണ് ഇന്ത്യയിലെ ചാർട്ടേഡ് കോഴ്സുകൾ. ബാങ്കിങ് മേഖലയിലേക്ക് വരാം, കോർപ്പറേറ്റ് കമ്പനീസിൽ വരാം, സ്റ്റാർട്ടപ്പുകൾ ഉണ്ട്, മൾട്ടിനാഷണൽ കോർപ്പറേഷനിലൊക്കെ ജോലി ചെയ്യാൻ പറ്റും. ദെൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സ്കോപ്പ് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ. ഓക്കെ, നമ്മൾ പലപ്പോഴും ജോലി കിട്ടുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുക. ജോലി കൊടുക്കുന്ന ഒരു ജോലിയാണ് സെൽഫ് എംപ്ലോയ്മെന്റ്. നമ്മുടെ കീഴിൽ തൊഴിലാളികൾ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ശമ്പളം കിട്ടുന്നതിനെ കുറിച്ചാണ് ആലോചിക്കാറ്. ശമ്പളം കിട്ടുന്നതിനപ്പുറം ശമ്പളം കൊടുക്കുന്ന ഒരു ജോലിയാണ് സെൽഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓഡിറ്റ് ഫോം, ഇങ്ങനെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ചാർട്ടേഡ് കോഴ്സുകൾ കൊണ്ട് സഹായിക്കും. ദെൻ ഇന്ത്യയിലെ CA, CS, CMA പറയുന്നത് പോലെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ACCA ഉണ്ട്, UK ബേസ്ഡ്. ഇന്ത്യയിൽ CMA ഉള്ളതുപോലെ UK-ൽ CIMA ഉണ്ട്. ഇന്ത്യയിൽ CA ഉള്ളതുപോലെ UK-ൽ ACCA ഉള്ളതുപോലെ US-ൽ CPA ഉണ്ട്. ഇന്ത്യയിൽ CMA ഉള്ളതുപോലെ UK-ൽ CIMA ഉള്ളതുപോലെ US-ൽ CMA US ഉണ്ട്. ഇത്തരം സർട്ടിഫിക്കറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ജോബ് പ്രോസ്പെക്ട്സ്. ദെൻ മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ മേഖലയിലേക്ക് വരുന്ന സമയത്തുണ്ടാവുന്ന ജോബ് പ്രൊഫൈൽസ് ആണ്. അല്ലെ, ഡെസിഗ്നേഷനുകൾ ഉണ്ടാവും ഓരോരുത്തർക്കും ഓരോ കോഴ്സ് കഴിഞ്ഞാൽ. അക്കൗണ്ടന്റ്, ഓക്കെ, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഓഡിറ്റർ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും, ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ, ഓക്കെ, ഫൈനാൻസ് മാനേജർ, റിസ്ക് മാനേജർ, ബജറ്റ് അനലിസ്റ്റ്, ഓക്കെ, പേറോൾ മാനേജർ. ഇങ്ങനത്തെ ഒരുപാട് ഡെസിഗ്നേഷൻസ് നമുക്കുണ്ട്. ഇതാണ് ജോബ് പ്രൊഫൈൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ മേഖലയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്തെല്ലാമാണ്? നമ്മൾ പലപ്പോഴും താല്പര്യം നോക്കി പോവാറുണ്ട്. ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് താല്പര്യം നോക്കണം, സംശയമൊന്നുമില്ല. ജോലി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം താല്പര്യം, ഇഷ്ടം, ഇൻട്രസ്റ്റ് തന്നെയാണ്. ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ സ്കില്ല്, കഴിവ്, ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചിയും കൂടെ നോക്കേണ്ടതുണ്ട്. എന്തെല്ലാമാണ് ഈ മേഖലയിലേക്ക് വരുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി? അനലിറ്റിക്കൽ തിങ്കിങ്, അല്ലെ, കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ന്യൂമറിക്കൽ എബിലിറ്റി, ഓക്കെ, മാത്തമെറ്റിക്കൽ സ്കിൽ ഉണ്ടായിരിക്കണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഓക്കെ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ് അത്തരം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ അറ്റൻഷൻ കൊടുക്കാനുള്ള കഴിവ്.
പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഏതൊരു ബിസിനസ്സിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് വളരെ പ്രധാനപ്പെട്ടതാണ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ചാർട്ടേഡ് കോഴ്സുകളൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത്. നോളജ് ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരികയാണ്, ജോലിയെല്ലാം പോവുകയാണ്, പ്രത്യേകിച്ച് പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ. AI നമ്മുടെ ജോലികളൊന്നും തന്നെ കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നില്ല. AI നമ്മുടെ ജോലികളൊക്കെ എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഡോക്ടറും AI ഉപയോഗിക്കേണ്ടി വരും, ഒരു എഞ്ചിനീയറും AI ഉപയോഗിക്കേണ്ടി വരും, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും AI ഉപയോഗിക്കേണ്ടി വരും, ഒരു ടീച്ചറും AI ഉപയോഗിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അക്കൗണ്ടിങ് മേഖലയിലെ സോഫ്റ്റ്വെയർ നോളജ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് നമുക്ക് കോഴ്സുകളെ കുറിച്ച് സംസാരിക്കാം. ആരൊക്കെയാണ് റിക്രൂട്ടേഴ്സ്? പലപ്പോഴും പ്ലേസ്മെന്റിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ. IIT-യിൽ പോയാൽ പ്ലേസ്മെന്റ്, NIT-യിൽ പോയാൽ പ്ലേസ്മെന്റ്, IIM-ൽ പോയാൽ പ്ലേസ്മെന്റ്. ഓക്കെ, അതേസമയം ചാർട്ടേഡ് കോഴ്സുകൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോയിട്ടല്ല പഠിക്കുന്നത്. അപ്പം ഒരു പ്രത്യേക സ്ഥാപനത്തിൽ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടാവില്ലേ എന്നൊക്കെ പലപ്പോഴും ആൾക്കാർ സംശയിക്കാറുണ്ട്. അങ്ങനെ ഒരു വിഷയമില്ല. ലോകത്തെ പ്രധാനപ്പെട്ട കമ്പനികളിലേക്കൊക്കെ റിക്രൂട്ട്മെന്റിന് അവസരമുണ്ട് ഇത്തരം ചാർട്ടേഡ് കോഴ്സുകൾ ചെയ്താൽ. പ്രധാനപ്പെട്ട 4 സ്ഥാപനങ്ങൾ ഞാൻ ആദ്യം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന കുട്ടികൾ ബിഗ് 4 എന്ന് കേട്ടിട്ടുണ്ടാവാൻ മതി. കേട്ടിട്ടില്ലെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഗൂഗിൾ ചെയ്യണം, അല്ലെങ്കിൽ ChatGPT-യോട് ചോദിക്കണം വാട്ട് ഈസ് ബിഗ് 4. ഓക്കെ, ലോകത്തെ പ്രധാനപ്പെട്ട 4 അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഫേംസിനെയാണ് ബിഗ് 4 എന്ന് പറയാ. ഡിലോയിറ്റ്, PwC, EY ആൻഡ് KPMG. ക്ലിയർ? ഒരു എഞ്ചിനീയർക്ക്, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർക്ക് മൈക്രോസോഫ്റ്റിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ജോലി കിട്ടുക എന്ന് പറയുന്നത് പോലെ, ക്ലിയർ, ഒരു അക്കൗണ്ടന്റിന് ജോലി കിട്ടുക എന്നുള്ള സ്വപ്ന സ്ഥലമാണ് ഇത്, ഈ ബിഗ് 4. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിക്രൂട്ടേഴ്സ്. ഓക്കെ, കൂപ്പേഴ്സ്, TCS, ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ്, ദെൻ പ്രൈവറ്റ് മേഖലയിലെ ബാങ്കുകൾ, പബ്ലിക് സെക്ടറിലെ ബാങ്കുകൾ, ഇവിടേക്കൊക്കെ നമുക്ക് ജോലി സാധ്യതകളുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചാർട്ടേഡ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട്, അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് ഓരോ കോഴ്സും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ 15 കോഴ്സുകൾ ലിസ്റ്റ് ചെയ്തു. 10ഓളം കോഴ്സുകൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അതിനുശേഷം ഈ ചാർട്ടേഡ് കോഴ്സിൽ ഒന്നായ CA ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മോട് സംസാരിക്കും. അതിനുശേഷം ഇവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചാർട്ടേഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. ഇനിയുള്ള ഭാഗം പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊമേഴ്സ് അധ്യാപകനും കരിയർ ഗൈഡൻസ് ആൻഡ് അഡോസന്റ് കൗൺസിൽ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണുമായ ധനേഷ് സാറെ സ്വാഗതം ചെയ്യാണ്. ഓവർ ടു ധനേഷ് സാർ. ഓക്കെ, താങ്ക് യു അസ്കർ സർ. ചാർട്ടേഡ് കോഴ്സുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അസ്കർ സാറ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്താണ് ചാർട്ടേഡ് കോഴ്സുകൾ എന്നും അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കോഴ്സുകൾ ഈ ഗണത്തിൽ പെടുന്നുണ്ട്. നമുക്ക് എല്ലാം കൂടി പറയാൻ ഇപ്പോൾ ഒരു സമയ പരിമിതി നമ്മൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് കോഴ്സുകൾ നമുക്കൊന്ന് അതിനെക്കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇതിൽ കൂടുതൽ അതിന്റെ CA എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് CAക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മളോട് കൂടിയുണ്ട്. അതുപോലെ തന്നെ മറ്റു കോഴ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് ഈ ഒരു സെഷന്റെ അവസാനം കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പൊ അസ്കർ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കോഴ്സാണ്. നമുക്ക് CA എന്ന കോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949 അനുസരിച്ചിട്ടാണ് ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ CA എന്ന് പറയുന്ന കോഴ്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകളൊന്നും നമുക്കൊരു റെഗുലർ കോളേജിൽ പോയി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല എന്ന് സാർ സൂചിപ്പിച്ചു. അത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ ഈ കോഴ്സിനുണ്ട്. CA എന്ന് പറയുന്ന കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് വളരെ ടഫ് ആയിട്ടുള്ള കോഴ്സാണ്. അത് എങ്ങനെയാണ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ CA എന്ന് പറയുന്ന കോഴ്സുമായി കണക്റ്റഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ചാർട്ടേഡ് കോഴ്സുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോഴ്സിന്റെ ഒരു ഗ്ലാമർ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരുപാട് ജോലി സാധ്യതകളെ കുറിച്ച് അസ്കർ സൂചിപ്പിച്ചു. ആ കോഴ്സിന്റെ പ്രത്യേകതകൾ കണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ആ ജോലി സാധ്യതകൾ കണ്ട് മാത്രം ഒരു ആളും ഈ കോഴ്സ് സെലക്ട് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഈ കോഴ്സുകൾ പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ഡിറ്റർമിൻഡ് ആയിട്ട്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയം ചെലവഴിച്ച് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രം പറ്റുന്ന കോഴ്സുകളാണ് ഈ കോഴ്സുകൾ എന്ന് പറയുന്നത്. കാരണം അത് അത്രയും വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇതിൽ വരുന്നത്. മാത്രമല്ല ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടി ഉള്ളതുകൊണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും എന്ന ടൈം പീരീഡിന്റെ ഉള്ളിൽ തന്നെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ.
ധനേഷ് സാറിന് ബ്രേക്ക് വന്നിട്ടുണ്ടോ? ഹലോ. സാർ എന്നെ കേൾക്കാവോ? നെറ്റ്വർക്ക് എന്താ ഇഷ്യൂ? അപ്പൊ ഓക്കെയാണ് സർ. ക്ലിയർ അല്ലേ? ഓക്കെ. 3 സ്റ്റേജസ് ആണ് സി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിന് വരുന്നത്. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ എന്ന് പറയുന്നത്. സംബന്ധിച്ചിടത്തോളം 2 തരത്തിൽ സി എന്ന് പറയുന്ന കോഴ്സിന് ജോയിൻ ചെയ്യുന്നതാണ്. ഒന്ന് ഡയറക്ട് എൻട്രി. ഡയറക്ട് എൻട്രി എന്ന് പറഞ്ഞാൽ +2 ശേഷം ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തതിന് ശേഷം ഈ ഒരു കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. +2 ശേഷം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന 4 പേപ്പർ അടങ്ങുന്ന ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നേരിട്ട് ധനേഷ് സാറിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? മറ്റുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് മുറിഞ്ഞു ഇടയ്ക്ക് പോകുന്നുണ്ട് കേട്ടുന്നില്ല സാർ. എന്റെ നെറ്റ്വർക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് സാർ. ക്ലിയർ ആണല്ലോ അല്ലേ സാർ? ഇപ്പം ക്ലിയറാ. ഇപ്പൊ കുഴപ്പമില്ല. +2 ശേഷം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന എക്സാം 4 പേപ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് പാസ്സായി കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന കോഴ്സിന് ജോയിൻ ചെയ്യാം. അതിനുശേഷം 2 വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഈ ട്രെയിനിങ്ങിന് ശേഷം ഫൈനൽ എക്സാം അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഫൈനൽ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് ഇതിലൊരു ബിസിനസ് അക്കൗണ്ടിംഗ് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്. അതായത് ഇന്റേൺഷിപ്പ് CA ഇന്റർ പാസ്സായി കഴിഞ്ഞതിന് ശേഷം ആർട്ടിക്കിൾഷിപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ ആ കുട്ടിക്ക് BAA എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇതിനായിട്ട് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണ്ടി തന്നെ ഇത് ആണ് ഈ പറഞ്ഞ പിന്നെ തന്നെ അടുത്ത ഒരു സെഷൻ വരുന്ന അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് CSR സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സാണ് നമുക്ക് അടുത്ത് പറയുന്നത്. അതിൽ കൂടുതൽ അക്കൗണ്ടിംഗ് സനീഷ് സാറേ ബ്രേക്ക് ആയി പോകുന്നുണ്ട്. കൂടുതൽ അക്കൗണ്ടിംഗ് ഞാൻ ചെയ്താലോ? നൗഷാദ് സാർ, മിനി ടീച്ചർ. സാറില്ല സാറേ, കംപ്ലീറ്റ് ആക്കൂ എന്തായാലും. അതായിരിക്കും നല്ലത് അല്ലേ? കാരണം ഇടക്കിടക്ക് അതായിരിക്കും. കാരണം കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാക്കണ്ട. ധനുഷ് സാറിന് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ. സെക്കൻഡ് വൺ CS ആണ്, കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സ്. കമ്പനിയുടെ നിയമവശങ്ങളൊക്കെ പറഞ്ഞിട്ട് കമ്പനിയെ സഹായിക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം ഏതൊരു കമ്പനിക്കും ഏതൊരു സ്ഥാപനത്തിനും ഒരുപാട് ലീഗൽ നിയമപരമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ബിസിനസ്സൊക്കെ ആയി ബന്ധപ്പെട്ട്, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിൽ മാനേജ്മെന്റിന് നിയമവശങ്ങൾ പറഞ്ഞ് സഹായിക്കുകയാണ് ഒരു കമ്പനി സെക്രട്ടറി ചെയ്യുക. കമ്പനി സെക്രട്ടറി ആകുന്നത് കമ്പനി സെക്രട്ടറിഷിപ്പ് എന്ന കോഴ്സ് ചെയ്ത ആളാണ്. ഓക്കെ, ഇതിന് 3 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എൻട്രൻസ് എക്സാം. പൊതുവായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയാറുണ്ട്. CSET കമ്പനി സെക്രട്ടറിഷിപ്പ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്. ഓക്കെ, ഇത് 4 പേപ്പറുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജിന് പറയാം എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എന്നാണ്. സെക്കൻഡ് സ്റ്റേജിലേക്ക് എൻട്രൻസ് എഴുതിയിട്ട് വരാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടും വരാം. നേരത്തെ CAക്ക് ധനീഷ് സാർ പറഞ്ഞു നേരിട്ട് എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വരാം. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ CSEET എഴുതേണ്ടതില്ല. +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതി വരികയാണെങ്കിൽ CSEET എന്ന എൻട്രൻസ് ആണ് എഴുതേണ്ടത്. ദെൻ എക്സിക്യൂട്ടീവിന് ശേഷം പ്രൊഫഷണൽ എന്ന് പറയും. ഓക്കെ, ദെൻ നേരത്തെ CA ഗ്രൂപ്പ് വൈസ് പേപ്പർ ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് CSഉം ഗ്രൂപ്പ് വൈസ് പേപ്പർ ക്ലിയർ ചെയ്യണം. എന്താണ് ഗ്രൂപ്പ് വൈസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കുക. ഒരു ഗ്രൂപ്പിൽ 4 പേപ്പർ ഉണ്ടെങ്കിൽ 4 പേപ്പറും ഒന്നിച്ചെഴുതി പാസ്സാവണം. +2വിലെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ക്ലിയർ ആവും. +2വിൽ നമുക്കറിയാം 6 പേപ്പർ ആണുള്ളത്. 6 പേപ്പർ എഴുതി ഈ മാർച്ചിൽ ഒരു പേപ്പർ തോറ്റുപോയെന്ന് വിചാരിക്കുക. അടുത്ത പ്രാവശ്യം നമ്മൾ തോറ്റ് പോയ ഒരു പേപ്പർ എഴുതിയാൽ മതി, ബാക്കി 5ഉം എഴുതേണ്ടതില്ല.
എന്നാൽ CA അതുപോലെ തന്നെ CS ദെൻ CMA കോഴ്സുകൾ അങ്ങനെയല്ല. ഒരു ഗ്രൂപ്പിൽ 4 പേപ്പർ ഉണ്ടെങ്കിൽ 4 പേപ്പർ ഒന്നിച്ചെഴുതി പാസ്സാവണം. 3 പേപ്പർ പാസ്സായി ഒരു പേപ്പർ തോറ്റുപോയാൽ അടുത്ത പ്രാവശ്യം 4 എഴുതണം. ഓക്കെ. ദെൻ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. CAക്ക് 2 വർഷം ട്രെയിനിങ് ഉണ്ട്. അത് രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ CS-ലും ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് 21 മാസമാണ്. ഓക്കെ, 21 മാസം. കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് CS-ലെ ട്രെയിനിങ്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കഴിഞ്ഞിട്ടും പ്രൊഫഷണൽ പ്രോഗ്രാം കഴിഞ്ഞിട്ടും ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. എക്സിക്യൂട്ടീവിൽ 4+3 7 പേപ്പറാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ പ്രോഗ്രാമിലും 4+3 7 പേപ്പേഴ്സ് ആണ്. മറ്റൊന്നാണ് CMA ഇന്ത്യ. CMA 2 കോഴ്സ് ഉണ്ട്. പൊതുവെ നമ്മൾ കേൾക്കുന്നത് US-ഉം ഇന്ത്യയും. ഇതിനു പുറമെ മറ്റു ചില രാജ്യങ്ങളിലും ഈ കോഴ്സ് CMA എന്ന പേരിൽ തന്നെയാണ് അറിയുന്നത്. ഇന്ത്യയിലെ CMAയുടെ ഫുൾ ഫോം കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നാണ്. പ്രൈസിങ് അല്ലെങ്കിൽ കോസ്റ്റിംഗ്. ഓക്കെ. പ്രൊഡക്റ്റ് പ്രൈസ് നിശ്ചയിക്കുന്നതിൽ മാനേജ്മെന്റിന് അഡ്വൈസ് ചെയ്യുന്ന ആളാണ് CMA-കാരൻ. ഓക്കെ. നമുക്കറിയാം പെപ്സോഡന്റിന്റെ വില നിശ്ചയിക്കണമെങ്കിൽ കോൾഗേറ്റിന്റെ വില അറിഞ്ഞിരിക്കണം. ഓക്കെ. സന്തൂർ സോപ്പിന്റെ വില നിശ്ചയിക്കണമെങ്കിൽ നമ്മൾ ലെക്സിന്റെ സോപ്പിന്റെ വില അറിഞ്ഞിരിക്കണം. ഈ ഒരു വർക്ക് ചെയ്യുന്ന മാനേജ്മെന്റിന് അഡ്വൈസ് ചെയ്യുന്ന ടോപ്പ് ലെവലിലുള്ള ഒരു എക്സിക്യൂട്ടീവാണ് CMA കഴിഞ്ഞ ആള്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇതിന് 3 സ്റ്റേജ് ആണ്: ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ. ഫൗണ്ടേഷൻ +2 കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാം. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ ഇന്റർമീഡിയറ്റിലേക്ക് നേരിട്ട് വരാം. ദെൻ ഫൈനൽ. ഫൗണ്ടേഷനിൽ 4 പേപ്പറാണ്. ഇന്റർമീഡിയറ്റിൽ 4+4 8 പേപ്പേഴ്സ് ആണ്. ഫൈനലിലും 4+4 8 പേപ്പേഴ്സ് ആണ്. CA-ൽ പറഞ്ഞതുപോലെ CS-ൽ പറഞ്ഞതുപോലെ CMA-യിലും നമുക്ക് ഇവിടെ ട്രെയിനിങ് ഉണ്ട്. CA ട്രെയിനിങ് 24 months ആണ്. ദെൻ CS 21 months ആണ്. ദെൻ CMA 15 months ആണ്, 15 മാസമാണ്. ഓക്കെ. ദെൻ നേരത്തെ ഗ്രൂപ്പ് വൈസ് പേപ്പർ ക്ലിയർ ചെയ്യണമെന്ന് CA-നെ കുറിച്ചും CS-നെ കുറിച്ചും പറഞ്ഞു. CMA-യും അങ്ങനെ തന്നെയാണ്, ഗ്രൂപ്പ് വൈസ് പേപ്പർ ക്ലിയർ ചെയ്യണം. ദെൻ ട്രെയിനിങ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് CA CS-നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് CMA. ഇതാണ് പ്രധാനപ്പെട്ട 3 ചാർട്ടേഡ് കോഴ്സുകൾ ഇന്ത്യയിലുള്ളത്. പൊതുവെ കുട്ടികൾ ചോദിക്കാറുണ്ട് ഏതാണ് നല്ലത് എന്ന്. ഞാൻ പറയാറുണ്ട് നല്ല ഒരു കോഴ്സ് ആകാത്തൊരു കോഴ്സ് എന്നൊന്നുമില്ല. പലപ്പോഴും കുട്ടികൾ വന്ന് ചോദിക്കുക സ്കോപ്പുള്ള കോഴ്സ് ഏതാണ് എന്നാണ്. സ്കോപ്പുള്ള കോഴ്സ്, സ്കോപ്പില്ലാത്ത കോഴ്സ് എന്നൊന്നുമില്ല. നല്ല കോഴ്സ് ആകാത്ത കോഴ്സ് എന്നൊന്നുമില്ല. അവരവർക്ക് സ്യൂട്ടായ കോഴ്സാണുള്ളത്. ഓരോ കുട്ടികളും മനസ്സിലാക്കണം, അവരവർക്ക് സ്യൂട്ടായ കോഴ്സാണുള്ളത്. അപ്പൊ എപ്പോഴാണ് സ്യൂട്ടാവുക എന്നൊരു ചോദ്യമുണ്ട്. സ്കോപ്പ് ഉള്ളത് കോഴ്സുകൾക്കും സ്ഥാപനങ്ങൾക്കും അല്ല. സ്കോപ്പ് ഉള്ളത് ഏതെങ്കിലും ഒരു കോഴ്സിനോ സ്ഥാപനത്തോ അല്ല. സ്കോപ്പ് ഉള്ളത് എന്നെ കേൾക്കുന്ന ഓരോ കുട്ടിക്കുമാണ്. എന്നെ കേൾക്കുന്ന ഓരോ കുട്ടിക്കുമാണ് സ്കോപ്പ് ഉള്ളതും സ്കോപ്പ് ഇല്ലാത്തതും. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു മേഖലയിൽ ഉഷാറായാൽ, ഷൈൻ ചെയ്താൽ, തിളങ്ങിയാൽ, ശോഭിച്ചാൽ എന്തുണ്ട്? സ്കോപ്പ് ഉണ്ട്. വളരെ സിമ്പിളാ. അപ്പൊ അടുത്ത ചോദ്യം എപ്പോഴാണ് എഫേർട്ട് എടുക്കുക, തിളങ്ങുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ തിളങ്ങിയാൽ സ്കോപ്പ് ഉണ്ട്. എപ്പോഴാ തിളങ്ങുക? എഫേർട്ട് എടുക്കുമ്പോൾ. ക്ലിയർ? അപ്പൊ എപ്പോഴാണ് എഫേർട്ട് എടുക്കുക എന്ന് അടുത്ത ചോദ്യം ഉണ്ട്. എഫേർട്ട് എടുക്കുക താല്പര്യത്തിനും കഴിവിനും അനുസരിച്ച് മേഖല എത്തിയാലാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ താല്പര്യം നോക്കുക, ഇഷ്ടം നോക്കുക, ആ മേഖലയിലേക്ക് പോകാനുള്ള കഴിവുണ്ടോ നോക്കുക. ദെൻ കരിയർ ഗോൾ സെറ്റ് ചെയ്യുക, എഫേർട്ട് എടുക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ CA ആണെങ്കിലും CS ആണെങ്കിലും CMA ആണെങ്കിലും ഒക്കെ സാധ്യതകളുണ്ട്. ഇനി വേറെ രീതിയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇപ്പൊ +2 കോമേഴ്സ് ഒക്കെ കഴിഞ്ഞ ആൾ അക്കൗണ്ടൻസി ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ CAക്കൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് ഒക്കെ നല്ല സ്കിൽ ഉള്ളവർക്ക് CS ഒക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഒരുപാട് ലോ പഠിക്കാനുണ്ട്, നിയമങ്ങൾ. ഓക്കെ. നല്ല ലോജിക്ക് അല്ലെങ്കിൽ റീസണിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ളവർക്ക് CMA-യിലൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ നമുക്ക് കോഴ്സുകളെ തിരഞ്ഞെടുക്കാൻ പറ്റും. ദെൻ മറ്റൊന്നാണ് ഓക്കെ സർ, നിങ്ങൾ തുടർന്നോളൂ. ഓക്കെ. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു, സോറി. CA CMA എന്നുള്ള കമ്പാരിസൺ സാർ നടത്തി. അടുത്ത പ്രധാനപ്പെട്ട ഏറ്റവും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, കുട്ടികൾക്ക് താല്പര്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കോഴ്സാണ് ACC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ, മറ്റൊരു തരത്തിൽ UKCA എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ CAയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. CA എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഇന്ത്യയിലെ കമ്പനികളിലെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുക, ഇൻകം ടാക്സ് ഓഡിറ്റ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ചെയ്യുന്നതെങ്കിൽ UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ തരത്തിലുള്ള അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ACC അഥവാ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. നേരത്തെ നമ്മളൊരു ഓപ്ഷൻ വെക്കുമ്പോൾ CA വേണോ ACCA വേണോ എന്നൊരു സംശയം പല കുട്ടികളും, ഏതാണ് കൂടുതൽ നല്ലത് എന്നൊരു സംശയം
പല കുട്ടികളും പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇന്ത്യയിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ CA ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല പുറത്ത് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ACCA നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ACCA സംബന്ധിച്ചിടത്തോളം 3 ലെവൽസ് ആണ് ഉള്ളത്. അപ്ലൈഡ് നോളജ്, അപ്ലൈഡ് സ്കിൽ, സ്ട്രാറ്റജിക് പ്രൊഫഷണൽ എന്ന തരത്തിൽ 3 ലെവലാണ് ഉള്ളത്. ഇപ്പൊ നിലവിൽ 13 പേപ്പറുകളാണുള്ളത്. ഇതിൽ പിന്നെ മറ്റുള്ള നേരത്തെ ഒരു ഗ്രൂപ്പ് സംവിധാനം ഇതിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് CA കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കുറച്ചുകൂടി പേപ്പറുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ പേപ്പർ പഠിച്ചതിന് ശേഷം ആ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ മറ്റൊരു പരീക്ഷ എഴുതാവുന്ന സംവിധാനം ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൊത്തം 13 പേപ്പറുകളാണ് ഈ ഒരു ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു വീഡിയോ ക്ലാസ്സും അതുപോലെ തന്നെ ഒരു 3 വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ചെയ്യാവുന്നതാണ്. അതിൽ കുറച്ച് എക്സംഷൻ വരുന്നുണ്ട്. BCom പാസ്സായ കുട്ടികൾക്ക് 4 പേപ്പർ എക്സംഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ BBA ഒരു കുട്ടി ക്ലിയർ ചെയ്യുകയാണെങ്കിൽ 1 പേപ്പർ എക്സംഷൻ കിട്ടും. ഇന്ത്യയിലെ CA CMO ചെയ്യുകയാണെങ്കിൽ ചെയ്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ 9 പേപ്പറും എക്സംഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ പല കുട്ടികളും CA കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ CA കഴിഞ്ഞതിന് ശേഷം പുറത്തൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ACCAയുടെ പേപ്പറുകൾ പിന്നീട് ക്ലിയർ ചെയ്യുന്നുണ്ട്. കാരണം 9 പേപ്പർ എക്സംഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പുറം വിദേശ രാജ്യങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ACC എന്ന് പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇന്ത്യൻ CA കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫീസ് കൂടുതലായിരിക്കും ACCAക്ക്. ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ACCA പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ACCയുടെ ഈ ഒരു 2 സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ പല ആളുകൾക്കും ക്യാമ്പസ് സെലക്ഷൻ പോലെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ സെലക്ഷൻ കിട്ടുന്നുണ്ട്. അപ്ലൈഡ് നോളജും അപ്ലൈഡ് സ്കില്ലും സ്ട്രാറ്റജി പ്രൊഫഷണൽ എത്തുന്നതിന് മുമ്പ് തന്നെ 1-2 പേപ്പർ ബാക്കിയുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ACC എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ഈ ഒരു കോഴ്സ് ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണത്. അത് അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് CIMA ആണ്, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. നേരത്തെ നമ്മൾ പിന്നെ CMA കുറിച്ച് പറഞ്ഞു, ഇന്ത്യൻ CMA കുറിച്ചു. അതുപോലെ തന്നെ UK-യുടെ കോഴ്സാണ് CIMA എന്ന് പറയുന്നത്, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇതില് 3 സ്റ്റേജസ് ആണ്, 3 ലെവൽസ് ആണുള്ളത്. ഓപ്പറേഷൻ ലെവൽ, മാനേജ്മെന്റ് ലെവൽ, സ്ട്രാറ്റജിക് ലെവൽ എന്ന് പറയുന്നത്. ആദ്യത്തെ ഓപ്പറേഷൻ ലെവലിൽ 3 പേപ്പറുകളുണ്ട്. ഓരോ ലെവലിലും 3 പേപ്പറുകളാണുള്ളത്. അതിനുശേഷം ഒരു കേസ് സ്റ്റഡി ഇവിടെ ഉണ്ടായിരിക്കും. ഇതില് 10th 12th കഴിഞ്ഞ കുട്ടികൾക്ക് 3 വർഷമാണ് ഇത് എടുക്കുന്നത്. അത് ഓരോ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഒരു പേപ്പറുകളുടെ അല്ലെങ്കിൽ ഇയറുടെ എണ്ണം വരുന്നത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 2.5 വർഷം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ CA എൻ്റർ പാസ്സായി കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ UK ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ലെവലിലുള്ള ജോലികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കോഴ്സാണ് CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന കോഴ്സ്. ഇത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു +2 കഴിഞ്ഞതിന് ശേഷം നേരിട്ട് ചെയ്യാവുന്ന ഒരു കോഴ്സ് അല്ല CPA എന്ന് പറയുന്നത്. എങ്കിലും നിങ്ങൾക്കൊരു ഹയർ സ്റ്റഡീസിൽ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖലയിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ടോപ്പ് ലെവൽ പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജർ അത്തരത്തിലുള്ള ലെവലുകളൊക്കെ നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ CPA എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിർബന്ധമായിട്ട് ഒരു ഡിഗ്രി നിർബന്ധമാണ്. ഇവരൊരു സർട്ടിഫിക്കറ്റ്, ഇതിന്റെ ഒരു ലൈസൻസ്, അതായത് US ഇത്തരത്തിലുള്ള ഒരു ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്. അടുത്ത ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കോഴ്സാണ് CMA US എന്ന് പറയുന്നത്. CMA US നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരമായിട്ടുള്ള മറ്റൊരു കോഴ്സാണ്. ഇതിൽ 2 പാർട്ടുകളാണുള്ളത്. പാർട്ട് 1 ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് പെർഫോമൻസ് അനാലിസ്റ്റ് എന്ന് പറയുന്ന പാർട്ട്, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നൊരു പാർട്ടും. അതുപോലെ അതിൽ ഏകദേശം 5ഓളം പേപ്പറുകൾ 2 പാർട്ടിലുമായിട്ട് വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് വളരെ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും ഒരുപാട് തരത്തിലുള്ള കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ അത്ര ഈസി ആയിട്ടുള്ള പേപ്പറുകളൊന്നും അല്ല ഇതൊന്നും, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഡിഗ്രി ഇതിന് നിർബന്ധമാണ്. അതായത് കോഴ്സ് ചെയ്യാൻ ഡിഗ്രി വേണ്ട എങ്കിലും നിങ്ങൾക്ക് ഒരു ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ഡിഗ്രി വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ 2 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഇതിൽ നിർബന്ധമായിട്ട് വരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. then അതിൽ സെക്ഷൻ 1 ഓഡിറ്റിംഗ് ആൻഡ് അറ്റസ്റ്റേഷൻ, അതുപോലെ തന്നെ സെക്ഷൻ 2 ബിസിനസ് എൻവയോൺമെന്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്, റെഗുലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇതിലെ കമ്പാരിസൺ പറയുകയാണെങ്കിൽ CMA US അതുപോലെ തന്നെ CMA ഇന്ത്യ എന്ന് പറയുന്ന അടുത്ത പോലെ ACC അതുപോലെ തന്നെ CA എന്ന് പറയുന്ന കോഴ്സുകൾ കമ്പയർ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇന്ത്യക്ക് പുറത്ത് ഉള്ള രാജ്യങ്ങളിലൊക്കെ ജോലി തരത്തിലൊരു കോസ്റ്റ് അക്കൗണ്ടന്റ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CMA US ചൂസ് ചെയ്യാം. അതുപോലെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ CMA ചൂസ് ചെയ്യാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അസ്കർ സാർ സൂചിപ്പിച്ചു,
ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് വരുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ അനുസരിച്ച് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ അത് ഫൈനലൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന മേഖലയിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച്, നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം, വീട്ടിൽ തന്നെ പോയി താല്പര്യം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് CMA ഇന്ത്യ ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പുറത്ത് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യണം, അങ്ങനത്തെ ഉള്ള ഒരു കരിയറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് CMA US ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു മേഖല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. CA എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഇന്റർമീഡിയറ്റും അതുപോലെ തന്നെ ആർട്ടിക്കിൾഷിപ്പും കംപ്ലീറ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബിസിനസ് അക്കൗണ്ടിംഗ് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. ഇതും വളരെ നല്ല മേഖലയിൽ നല്ലൊരു അക്കൗണ്ടന്റ് ആയിട്ട് ഏറ്റവും ടോപ്പിലെത്തിയില്ലെങ്കിലും ഒരു മിഡിൽ ലെവലിൽ ജോലി കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ് ഈ ഒരു BA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CMA കൊടുക്കുന്ന മറ്റൊരു കോഴ്സാണ് CAT, സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് കോഴ്സ്. CMA കൊടുക്കുന്ന ഒരു കോഴ്സാണിത്. അത് 2 സ്റ്റേജസ് ആണ്, ഈ ഒരു 2 ലെവൽസ് ആണ് ഈ ഒരു കോഴ്സിന് വരുന്നത്. ഒന്ന് എൻട്രി ലെവലും അതുപോലെ തന്നെ കോമ്പിറ്റൻസി ലെവലും. എൻട്രി ലെവലിൽ 4 പേപ്പറുകളും അതുപോലെ തന്നെ കോമ്പിറ്റൻസി ലെവലിൽ 3 പേപ്പറുകളാണ് വരുന്നത്. അതുപോലെ ഒരു 5 ഡേ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. ഇത് ഏറ്റവും മികച്ച ഒരു ഷോർട്ട് ടേം കോഴ്സായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതായത് ഒരു അക്കൗണ്ടിംഗ് ക്ലർക്ക് അതുപോലെ തന്നെ അക്കൗണ്ടന്റ് ഒക്കെ പറയുന്ന തരത്തിലുള്ള പോസ്റ്റിലേക്ക്, കാഷ്യർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ അത്യാവശ്യം എൻട്രി ലെവൽ ജോലികളൊക്കെ നല്ല രീതിയിൽ കിട്ടാവുന്ന ഒരു കോഴ്സാണ് CMA തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ICMA പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് CAT എന്ന് പറയുന്നത്. ഈ CATന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ CMAയുടെ ഫൗണ്ടേഷൻ കോഴ്സുകളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ആ കോഴ്സിന് പകരം ഈ എൻട്രി ലെവലിൽ, അതായത് CATന്റെ എൻട്രി ലെവലിൽ 4 പേപ്പർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CMA ഇന്റർമീഡിയറ്റ് നേരിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ കോഴ്സുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റു കാര്യങ്ങൾ കൂടുതൽ ഈ കോഴ്സുകളെ കുറിച്ച്, അല്ലെങ്കിൽ CA എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്, CA പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു കോഴ്സുകളെ കുറിച്ച് പ്രാക്ടിക്കലായിട്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നു അല്ലെ അസ്കർ സാർ? അത് ചെയ്യല്ലേ, അതിനുശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്താൽ പോരെ നമുക്ക്? യെസ്. അപ്പൊ ജോയലിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. ജോയല് കേൾക്കുന്നുണ്ടോ? ഹലോ, ജോയല് കേൾക്കുന്നുണ്ടോ? ജോയലിന്റെ നമ്പർ ഉള്ള ആരെങ്കിലും ഉണ്ടോ? എന്നെ ഇന്നലെ വിളിച്ചിരുന്നു, പക്ഷെ നമ്പർ ഞാൻ നോട്ട് ചെയ്തില്ല. ജോയൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ടല്ലോ ആളെ. നമ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ നന്നാവും. ഒരു ആരുടെയും കയ്യിലുണ്ടോ നമ്പർ? ഉണ്ടെങ്കിൽ അവരില്ലെങ്കിൽ നമുക്ക് എന്നാലും Q&A സെഷൻ തുടങ്ങിക്കൂടെ ടീച്ചറെ? അവര് ജോയിൻ ചെയ്യുന്നവർക്ക് അവസരം കൊടുത്താൽ പോരെ? മതി സാറേ, നമുക്ക് തുടങ്ങാം. ജോയലിനെ വിളിക്കുന്നുണ്ടേ. ഓക്കെ. Q&A സെഷന് കുട്ടികൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാനുള്ള പ്രൊവിഷൻ അല്ല ഉള്ളത്? ടെക്സ്റ്റ് ചെയ്യുന്ന രീതിയില്ലല്ലോ? അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോട്ടെ, ചാറ്റ് പിന്നെ സെറ്റ് ചെയ്യാം. സംശയങ്ങളുള്ളവര് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കുട്ടികള്. Sir, I'm Sandra.
have a question to ask. മോളെ ചോദിച്ചോളൂ. Sir, ഓക്കെ, ചോദിക്കൂ. sir, if we want to apply for CS company secretaryship right after +2, is it possible, or do we need any kind of degree? Yes. In So offices, we there have are to apply CS two. only after degree, right? Sorry. So if we want to apply for CS, do we need a degree? No. Right after the +2, we can apply for that? Just after completing +2, you can do CA. Okay. There is no need of +2 even. Okay. Just after 10th, you can register for CA. Okay. Then only Okay. after completing +2, you can write the foundation. Clear? Okay. At the same time, Okay. you have to note one thing, that you have to register for private BCom or distant BCom or online BCom. Because after completing 3 years, if you haven't got the CA, there should be degree with you. Okay, so it is better to do BCom in distant mode or online mode along with the CA. Clear? Okay, sir. Clear, sir. മറ്റു കുട്ടികളും കൂടെ ജസ്റ്റ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. പൊതുവെ ആൾക്കാർ പറയാറുണ്ട് ഡിഗ്രി വേണം, ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മതി CAക്ക് എന്നുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, CA അതുപോലെ തന്നെ CS CMA കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്താൽ ഒരാൾക്ക് PG കിട്ടിയതിന് തുല്യമാണ്. PG എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് ശേഷം 2 വർഷമുള്ള കോഴ്സാണ്. ഫോർ എക്സാമ്പിൾ MCom. ഓക്കെ, അപ്പൊ MCom കംപ്ലീറ്റ് ചെയ്തതിന് തുല്യമാണ് ഒരാൾ CA ക്ലിയർ ചെയ്താൽ. എന്ന് വിചാരിച്ച് CA പഠിക്കുന്ന ഒരാൾ BCom രജിസ്റ്റർ ചെയ്യാതിരിക്കേണ്ട. കാരണം ഇൻ കേസ് 3 കൊല്ലോ 4 കൊല്ലോ കൊണ്ട് BCom കിട്ടിയിട്ടില്ലെങ്കിൽ ബാക്കോട്ട് നോക്കിയാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ +2 മാത്രമായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഡിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ മോഡിൽ BCom രജിസ്റ്റർ ചെയ്യുക. മെയിൻ ആയിട്ട് കോച്ചിങ് സെന്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് CAക്ക് പഠിക്കുക. അത് പഠിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് പേപ്പർ അഡീഷണൽ ആയിട്ട് എഴുതാനേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ CAയുടെ ഭാഗമായിട്ട് പഠിക്കും BComനുള്ളത്. Sir, can we study CA with ACCA? No problem, but it is very difficult to complete the CA group wise along with ACCA. In the foundation, there are 4 papers. You have to complete group wise. Then in the first stage of ACCA, there are 3 papers. So after completing CA, it is better to try for ACCA. At the same time, you have the confidence, you can try. No problem. ഒരു സംശയം. ഹലോ. Yes. +2 സയൻസ് പഠിച്ച കുട്ടികൾക്ക് CMA കോഴ്സ് ചെയ്യാൻ സാധിക്കുമോ? അവർക്കത് പിക്കപ്പ് ചെയ്യാൻ സാധിക്കുമോ? No problem. ഈ ചാർട്ടേഡ് കോഴ്സുകൾ CA, CS, CMA ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ സയൻസ് കഴിഞ്ഞ ആൾക്കാരും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആൾക്കാരും ഒക്കെ അവിടേക്ക് വരുന്നുണ്ടാവും. അതുകൊണ്ട് കോച്ചിങ് സെന്ററുകൾ A to Z അവിടെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഒരിക്കലും ചാർട്ടേഡ് കോഴ്സുകൾക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവില്ല. അതേസമയം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു കുട്ടി BComന് പോവുകയാണെങ്കിൽ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. കാരണം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ BComന് ചേർന്ന കുട്ടികളിൽ ഒരു 90+% കൊമേഴ്സുകാർ തന്നെ ആയിരിക്കും. അപ്പൊ അവിടെ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടിക്ക് +1 അല്ലെങ്കിൽ +2 കൊമേഴ്സ് വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യതയല്ല. അവിടെ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവാറുണ്ട്. ആ ഗ്യാപ്പ് മേക്കപ്പ് ചെയ്യാനുള്ള പണി കുട്ടി പ്രത്യേകിച്ച് എടുക്കേണ്ടി വരും. അതേസമയം CA, CS, CMAക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഇഷ്യൂ അവിടെ അല്ല. ധനീഷ് സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യണേ. ഇല്ല സർ, ഓക്കെ. കൂടുതൽ സയൻസ് കുട്ടികളാണ് പ്രധാനമായിട്ടും ഫസ്റ്റ് ചാൻസിൽ ഈ ഫൗണ്ടേഷൻ കോഴ്സ് ക്ലിയർ ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതെ, ഒന്ന് അവരുടെ കപ്പാസിറ്റിയാണ്, അവർക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ശീലങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് +1, +2 പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ഒക്കെ
അതുപോലെ തന്നെ മിക്കവാറും സയൻസ് പഠിക്കുന്ന സമയത്ത് അവർ ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ നീറ്റിന് വേണ്ടിയിട്ടോ കീമിന് വേണ്ടിയിട്ടോ ജെയ്ക്കോ വേണ്ടിയിട്ടോ ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പ്രാക്ടീസിന്റെ അഡ്വാൻറ്റേജ് പൊതുവെ സയൻസ് സ്റ്റുഡൻസിന് ഉണ്ടാവാറുണ്ട്, ധനീഷ് സാർ സൂചിപ്പിച്ചതുപോലെ. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഫൗണ്ടേഷനിൽ ഒരു മാത്സുമായി റിലേറ്റഡ് ആയിട്ട് ഒരു പേപ്പർ വരുന്നത്, അത് സയൻസുകാർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കൊമേഴ്സുകാരെക്കാളും. അങ്ങനെ ഒരു കാര്യം കൂടി അതിൽ വരുന്നുണ്ട്. ഇത് കേട്ടിട്ട് കുട്ടികൾ തെറ്റിദ്ധരിക്കരുത് സി എക്ക് പോവാൻ സയൻസ് ആണ് നല്ലത് എന്ന്. ഞാൻ പൊതുവായിട്ട് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്. 10th കഴിഞ്ഞ കുട്ടികളോ അവരുടെ രക്ഷിതാക്കളോ ഉണ്ടെങ്കിൽ, 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി 10ന് ശേഷം എന്ത് എന്ന് ആലോചിക്കുന്നതിന് മുന്നേ +2 ശേഷം എന്ത് എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഐ റിപ്പീറ്റ്, 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി 10ന് ശേഷം എന്ത് എന്ന് ആലോചിക്കുന്നതിന് മുന്നേ +2 ശേഷം എന്ത് എന്ന് ആലോചിക്കുന്നത് കുറച്ചും കൂടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 10 കഴിഞ്ഞ് ഡോക്ടർ ആവാൻ പോകാൻ കഴിയില്ല, 12 കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ആവാൻ പോകാൻ കഴിയുക. 12 കഴിഞ്ഞിട്ട് ഡോക്ടർ ആവാൻ പോകണമെങ്കിൽ 10 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സയൻസ് എടുക്കണം. അങ്ങനെ പ്ലാൻ ചെയ്താൽ എന്ത് ചെയ്യും? +1 +2 പഠിക്കുന്ന സമയത്ത് +2 ശേഷമുള്ള മെഡിക്കലിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യും. അല്ലാതെ പോയാൽ സയൻസ് പഠിക്കും, നല്ല മാർക്ക് വാങ്ങും, പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താണോ അവസ്ഥ അതേപോലെ തന്നെയായിരിക്കും 12ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. മറ്റൊരു എക്സാമ്പിളും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. ഒരാൾ സി എക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകാൻ പൊതുവെ കഴിയില്ല, 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോവുക, ഫൗണ്ടേഷൻ എഴുതുക. ഇപ്പം സയൻസ് കഴിഞ്ഞ ആൾക്കും കൊമേഴ്സ് കഴിഞ്ഞ ആൾക്കും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആൾക്കും സി എക്ക് പോവല്ലോ എന്നും വിചാരിച്ച് ഒരാൾ വെറുതെ സയൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 വർഷം ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സോളജിയും റെക്കോർഡും പ്രാക്ടിക്കലും കോച്ചിങ്ങും ഒക്കെ ആയിട്ട് പോവേണ്ട ആവശ്യമൊന്നുമില്ല. കൊമേഴ്സ് മാത്തമാറ്റിക്സ് എന്ന കോമ്പിനേഷൻ എടുത്താൽ സി എ എൻട്രൻസിലെ നേരത്തെ ധനീഷ് സാർ പറഞ്ഞ ഫൗണ്ടേഷനിലെ 4 പേപ്പറിലെ 3 പേപ്പർ ഏകദേശം +1 +2 പഠിച്ചു കഴിയും. അപ്പൊ ആ രീതിയിൽ ഒരു ബാക്ക്വേർഡ് പ്ലാനിങ് കരിയറിന്റെ വിഷയത്തിൽ ഉണ്ടാവണം എന്നും കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് പോവുക എന്നുള്ളത്. ഡിഗ്രി കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ധനീഷ് സാർ പറഞ്ഞതുപോലെ നമുക്ക് ഫൗണ്ടേഷൻ എഴുതാതെ കഴിയും. 1ാമത്തെ സ്റ്റേജ് എഴുതേണ്ടതില്ല, നേരിട്ട് 2ാമത്തെ സ്റ്റേജിലേക്ക് വരാം. പക്ഷേ ഒരു ഡിഗ്രി കഴിയണമെങ്കിൽ 3 or 4 വർഷം എടുക്കും. അതേസമയം എൻട്രൻസ് എഴുതിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഒരു 5-6 മാസമേ എടുക്കുള്ളൂ. ആ അർത്ഥത്തിലും നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ CA, CS, CMA തുടങ്ങിയ കോഴ്സുകൾക്ക് +2 കഴിഞ്ഞ് നേരിട്ട് പോവുകയാണ് നല്ലത്. നിർബന്ധമായിട്ടും പ്രൈവറ്റ് ആയിട്ട് ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ആവർത്തിക്കുകയാണ്. കുറച്ചുപേരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. സർ യെസ് ചോദിച്ചോളൂ. ഡിഗ്രി ഓൺലൈൻ ഓഫ്ലൈന് വാല്യൂ ഡിഫറൻസ് ഉണ്ടാ? അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. UGC നിയമപ്രകാരം റെഗുലർ ആയിട്ട് കോഴ്സ് ചെയ്യുന്നതും ഡിസ്റ്റന്റ് ആയിട്ട് കോഴ്സ് ചെയ്യുന്നതും ഒക്കെ ഏറെക്കുറെ തുല്യമാണ്, നോ പ്രോബ്ലം. അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സുകൾ എന്ന് പറയുന്നതും ഈ റെഗുലർ ആയിട്ട് കോഴ്സ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, അതിന് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഇതിലൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഓൺലൈൻ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതൊരു റെഗുലർ കോഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ടാവും. അത് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൊജക്ടുകൾ, അസൈൻമെന്റുകൾ എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് CAക്ക് ഫുൾ ടൈം കോച്ചിങ്ങിന് പോകുന്ന ഒരാൾക്ക് ഓൺലൈനിൽ ഒരു ഡിഗ്രി ചെയ്യുക, BCom ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രയാസമായിരിക്കും. അവർക്ക് നല്ലത് ഡിസ്റ്റന്റ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യാണ്, വിദൂര വിദ്യാഭ്യാസം. ഓക്കെ, അതാവുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസങ്ങളും വർക്ക് ചെയ്യേണ്ടതില്ല. എക്സാം സമയത്ത് എന്ത് ചെയ്താൽ മതി, അതിനു വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് പഠിച്ചാൽ മതി. വാല്യൂ എന്നുള്ള അർത്ഥത്തിൽ ഇഷ്യൂസ് ഒന്നുമില്ല. ധനീഷ് സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യണേ. ഡൗട്ട് ചോദിച്ചോട്ടെ? ഇല്ല സാർ, ചോദിച്ചോളൂ, ഡൗട്ട് ചോദിച്ചോളൂ. അതായത് നമ്മളെ ഈ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കുമ്പം ഈ ജോലിക്ക് കയറുന്നതിന് പകരം ഒരു ക്രെഡിറ്റ് പോയിന്റ് ഡിഫറൻസ് ഉണ്ടാവും എന്തോ പറയുന്നത്. അതൊക്കെ പൊതുവായിട്ട് പറയുന്ന സമയത്ത് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ചില സ്ഥാപനങ്ങള് അതുപോലെ തന്നെ ചില സമയത്ത് ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനത്തെ ചിലതൊക്കെ പറയാറുണ്ട്. അതൊക്കെ എക്സെപ്ഷൻസ് ആണ്. അപൂർവം ചില കേസിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നേ ഉള്ളൂ. പൊതുവായിട്ട് പറയുന്ന സമയത്ത് അതില്ല. ഓക്കെ, ഇപ്പൊ ഒരു സ്ഥാപനം PG അഡ്മിഷന് പറയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം ജോലി കൊടുക്കാൻ പറയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് മേഖലയിൽ ജോലിക്ക് പറയാണ് നിങ്ങൾ റെഗുലർ ആയിട്ട് ഡിഗ്രി ചെയ്തിരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ ഇഷ്യൂ ഉണ്ടാവുള്ളൂ. ആ ഒരു സ്പെസിഫിക് കേസ് ആണിത്. അത് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയേണ്ട പ്രശ്നം വരുന്നില്ല.
പിന്നെ ഒരു കാര്യം കൂടെ, പണ്ടൊക്കെ ഡിഗ്രിയും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റും ഒക്കെ നോക്കി ജോലി കൊടുക്കുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് അതിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ട്. ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഒക്കെ നോക്കി ജോലി കൊടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഒക്കെ നമുക്ക് ഉണ്ട് എന്ന് പറയാൻ മാത്രമേ സഹായിക്കുള്ളൂ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാനാണ് അത് ഉപകരിക്കുക. ബാക്കിയൊക്കെ നമ്മുടെ സ്കില്ലാണ്, കുട്ടികളുടെ സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രാക്ടീസ് എഫേർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. സാറേ Yes, ജോയല് yes. ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഓക്കെ ജോയൽ സംസാരിച്ചോളൂ. ഹലോ സാർ. ഓക്കെ കേൾക്കാം, സംസാരിച്ചോളൂ. ഹലോ സാർ, കേൾക്കാമോ? ആ കേൾക്കാം കേൾക്കാം. ഓക്കെ, ഒരു ജോയല് മ്യൂട്ടാണേ. സാർ ഒരു മിനിറ്റ്. ഹലോ സാർ, കേൾക്കാം? കേൾക്കാം ഓക്കെ ആണ്. ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജോയൽ. ഇപ്പോൾ സി ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സി എ എക്സ്പീരിയൻസ് അല്ലേ? അപ്പം സി എ ജേണിയിലേക്ക് വരുമ്പോഴത്തേക്കിനും എനിക്ക് എക്സ്പീരിയൻസിനെക്കാട്ടിലും എനിക്ക് പറയാനായിട്ടുള്ളത്, അതായത് ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് അതായത് ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു ഇത് പറയാം. വേറൊരാളുടെ നിർബന്ധത്തോടെ ഈ കോഴ്സിലേക്ക് ആരും വരരുത്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം. ഇപ്പം വേറെ ഒരു പേരൻസിന്റെ കോഴ്സ് ചെയ്തിട്ടോ അങ്ങനെ ഒരാളും ഈ കോഴ്സിലേക്ക് വരരുത്. കാരണം അങ്ങനെ വരുന്നവർക്ക് പാസ്സാവാൻ പറ്റുന്ന ഒരു കോഴ്സല്ല. ആൾക്കാർ പറയുന്ന പോലെ ടഫാണ്, നല്ല ടഫാണ്, പക്ഷെ അച്ചീവബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ അച്ചീവബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പക്ഷെ അതിന് നമ്മുടേതായിട്ടുള്ള ഒരു മൈൻഡ് വേണം. അതുകൊണ്ട് വേറൊരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട്, അതായത് വേറൊരാളെ നിർബന്ധിച്ചത് കൊണ്ട് ഈ കോഴ്സിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല. പിന്നെ ഞാൻ ഫേസ് ചെയ്തുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ സയൻസ് ആയിരുന്നു, +1 +2 സയൻസ് ആയിരുന്നു. +1 +2 സയൻസിൽ നിന്ന് വന്നിട്ട് കൊമേഴ്സ് ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ചെറിയൊരു ഡിഫിക്കൽട്ട്. അത് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കുറച്ച് ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ. അതായത് കൊമേഴ്സ് പഠിച്ചൊരു സ്റ്റുഡൻറ്റും സയൻസ് പഠിച്ചൊരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ആകെ ഫൗണ്ടേഷൻ, അതായത് സി എയുടെ ഫസ്റ്റ് ലെവലായ ഫൗണ്ടേഷനിലേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം നമ്മളെ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് +1 +2 സയൻസ് പഠിച്ചവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സി എ. പിന്നെ സി എയിൽ ഇത്രയും തോൽവികൾ വരുന്നത് പ്ലാനിങ്ങിന്റെ കുറവാണ്. അതായത് പ്രോപ്പറായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കുക, ടൈം പ്ലാൻ ചെയ്യാതിരിക്കുക, ടോപ്പിക്ക് തീർക്കാതിരിക്കുക, ഇതൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ പല കുട്ടികളും ചെയ്യുന്നത് വേറൊരാൾ ചെയ്ത കാര്യം, അതായത് അച്ചീവ് ചെയ്ത ഒരാൾ എന്തൊക്കെ ചെയ്തു അതേ കാര്യങ്ങൾ നേരെ കോപ്പി അടിക്കുക. അങ്ങനെയല്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അത് നമ്മൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ കോഴ്സിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പറയാനായിട്ടുള്ളത്, അതായത് +2 വരെ വന്ന ഒരു രീതിയെ അല്ല നമ്മൾ ഫൗണ്ടേഷൻ തൊട്ട്, അതായത് നമ്മൾ നല്ല രീതിയിൽ മാറും. അതായത് പഠിത്തത്തിനോടുള്ള ഒരു അപ്രോച്ച് തന്നെ മാറും. നമ്മൾ +2 വരെ ചുമ്മാ ഒരു ലാഘവത്തോടെ പോയിരുന്ന ആ ഒരു പക്കാ സാധനം മാറും. നമ്മൾ ഒരു ഭയങ്കര ഒരു സീരിയസ് മോഡിലേക്ക് വരും. കാരണം അങ്ങനെ വന്നെങ്കിൽ നമുക്ക് പാസ്സാവാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോർഷൻ തീരാതെ വരുന്നതാണ്. പോർഷൻ തീരാതെ വരുമ്പോഴത്തേക്കിനും നമ്മൾ നിർത്തിയിട്ട് പോവാതെ പഠിക്കാനുള്ള ഒരു മൈൻഡ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും തോറ്റും. കാരണം ഇപ്പോൾ പിന്നെ സി എയിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് അറ്റംപ്റ്റ്സ് ഒരിക്കലും മാറ്റർ ചെയ്യില്ല. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം സെക്കൻഡ് അറ്റംപ്റ്റ് ആണോ തേർഡ് അറ്റംപ്റ്റ് ആണോ എന്നുള്ളത് നിങ്ങളെ ഒരുപാടങ്ങ് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ കംപ്ലീറ്റ് കോഴ്സ് എന്ന് വെച്ചാൽ അറ്റൻഡ് എടുക്കാനല്ല, പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾ 2-3 അറ്റൻഡ് എടുത്തു എന്ന് വിചാരിച്ച് കോഴ്സ് ഒരിക്കലും ഡ്രോപ്പ് ചെയ്യരുത്.
അതും ഒരു കാര്യമാണ്. എൻ്റെ എക്സ്പീരിയൻസ് അച്ചീവബിൾ ആണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് അച്ചീവബിൾ. കാരണം ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ റേസിന്റെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ ഇത് വീണ്ടും ടഫ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിന്റെ ഇമ്പാക്ട് നമുക്ക് റിസൾട്ടിൽ പാസ് പെർസെൻറ്റേജിൽ കാണാൻ പറ്റും. ടഫ് ആയിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതിനുള്ള വിൽ പവർ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് വേറൊരാൾ പറഞ്ഞുകൊണ്ട് സിയുടെ ഡെപ്ത് അറിയാതെ നിങ്ങൾ ഒരിക്കലും ഈ കോഴ്സിലേക്ക് വരരുത്. കാരണം അങ്ങനെ വന്ന് ഒരുപാട് പേര് പെട്ടിരിക്കും. നിങ്ങൾ ശരിക്കും സിയെ പറ്റി പഠിക്കണം. അതായത് ഇപ്പം ഫൗണ്ടേഷനിൽ 4 പേപ്പർ ഉണ്ട്. 4 പേപ്പർ എന്തൊക്കെയാണ് നിങ്ങൾ അറിയണം. അതായത് ഇപ്പോൾ +2 കൊമേഴ്സ് വിത്ത് മാത്സ് പഠിച്ച ഒരാൾക്ക് അതാണ് സിഎയിലെ ഏറ്റവും അഡ്വാൻറ്റേജ് +2ന്റെ എഡ്യൂക്കേഷൻ വെച്ച് ഉണ്ടാകാൻ പോകുന്നത്. ഫൗണ്ടേഷൻ വരെ മാത്രം. ഫൗണ്ടേഷൻ 4 പേപ്പറിൽ 3 പേപ്പർ അവർ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ +2വിലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഒരു ഇത് വരുന്നുള്ളൂ. അതല്ലാത്ത പക്ഷം ബാക്കി എല്ലാം പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പക്ഷെ അതൊരു വോളിയം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ആ ഒരു വോളിയം കൺസ്യൂം ചെയ്യാനായിട്ട് ഉള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സിയിലേക്ക് വരാൻ പാടുള്ളൂ. അതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാം. സാർ ഹലോ സാർ. ഓക്കെ ജോയലെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ച് ഞാൻ ഉത്തരം പറയാം. അതായിരിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവേ. ജോയൽ ഇപ്പോ സിഎക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ. എനിക്കറിയേണ്ടത് ജോയലിന് ഇത് എങ്ങനെയാണ് ഇങ്ങനെ പഠിക്കണോന്നും ഇതിലോട്ട് വരണോന്നും തോന്നിയ ആ ഒരു സ്പാർക്ക് കിട്ടുമല്ലോ, അത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഇപ്പം സാധാരണ +2 കഴിയുമ്പോഴത്തേക്കിനും ഉള്ള ഒരു സാധാരണ അതായത് നോർമലി ഉള്ള ഒരു പാത്ത് ഒന്ന് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ. അത് നമ്മൾ ഒരുപാട് നാളായിട്ട് ആ ഒരു സാധനം വരുന്നതാണ്. പിന്നെ ആ ഒരു നോർമൽ ക്ലീഷ ബ്രേക്ക് ചെയ്യാൻ ഉള്ള ആ ഒരു താല്പര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ CA, CS, CMA പോലത്തെ ചാർട്ടേഡ് കോഴ്സസിലേക്ക് നമുക്ക് വരാനായിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസിന്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നല്ല ഫാക്കൽറ്റീസും നല്ല മെറ്റീരിയൽസ് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം വരുമ്പോഴത്തേക്കിനും നമ്മൾ സാധാരണ ഒരു നോർമൽ ഇതിലേക്ക് പോകുന്നതിനെക്കാട്ടിൽ നല്ലത് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് തോന്നുന്നതാണ് CA ചെയ്യാൻ വരുന്നത്. പിന്നെ സാധാരണ ആൾക്കാർ പറയുന്ന പോലെ ഹൈലി റെപ്യൂട്ടഡ് ആണ്, മോണിറ്ററി ആയിട്ട് ഭയങ്കര റിവാർഡിങ് ആണ്. അത് ശരിക്കും നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണ്ട അത് ഫീൽ ചെയ്യാനായിട്ട്. നിങ്ങൾ ഈ CA ഇന്റർ ഫീൽ ചെയ്ത അതായത് CA ആർട്ടിക്കിൾഷിപ്പിന് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് CA എന്ന കോഴ്സിനെ ആൾക്കാർ എന്തോരം ബഹുമാനിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കിട്ടുന്ന അതേ റെസ്പെക്ട് നിങ്ങൾക്ക് ഒരു CA ആർട്ടിക്കിളിന് നിങ്ങൾക്ക് കിട്ടും. ആ ഇത് കിട്ടുമ്പോഴത്തേക്കിനും അത് സ്വപ്നം കാണുന്നതാണ് നമുക്ക് വരുന്ന സ്പാർക്ക്. അല്ലാതെ വേറൊരാളായി ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് വളരെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അതായത് പുറത്തുനിന്ന് തരുന്ന ഒരു മോട്ടിവേഷൻ വളരെ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സാധനം വരണം. അപ്പോഴേ നമുക്ക് ഈ ഒരു കോഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ സ്പാർക്ക് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് എനിക്ക് തോന്നി ഈ ഒരു കോഴ്സ് എനിക്ക് സ്യൂട്ടബിൾ ആവും എന്ന് എപ്പോഴൊക്കെയോ തോന്നി. പിന്നെ എൻ്റെ പറയുകയാണെങ്കിൽ എൻ്റെ ഫാദർ ഒരു അക്കൗണ്ടൻസി ടീച്ചറാണ്. അപ്പം യൂഷ്വലി കൊമേഴ്സിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി. പക്ഷേ BCom പോലെ CAക്ക് പോകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ കൊമേഴ്സ് ഫീൽഡിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഫീൽഡിലെ ഏറ്റവും ടോപ്പ് കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക്. അതാണ് എൻ്റെ ഒരു സ്പാർക്ക്. ഇനിയുണ്ടോ കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ. സാറേ ഞാനൊരു സംശയം ചോദിക്കട്ടെ, കേൾക്കാവോ? കേൾക്കാം സാർ, ചോദിച്ചോളൂ. BCom വിത്ത് ACC എന്ന് പറഞ്ഞിട്ട് ചില കോളേജുകൾ പിന്നെ അപ്ലിക്കേഷൻ വിളിക്കാറുണ്ട്. അതുണ്ടാവും BCom + ACCA നിങ്ങൾ അതിൽ ഇപ്പം ഞാൻ പറയാം.
ACC എന്ന് പറയുന്ന പേപ്പർ നമ്മൾ ഇന്ത്യയിലെ അല്ല, അത് US ബേസ്ഡ് ഒരു കോഴ്സാണെന്ന് അറിയാലോ. ഈ ACCA പാസ്സാവാനായിട്ട് 13 പേപ്പർ, നിങ്ങൾ സാധാരണ പോലെ 13 പേപ്പർ എഴുതിയെടുക്കുക, അപ്പോൾ നിങ്ങൾ പാസ്സാവും. നല്ല ഒരു കോഴ്സാണ്, നല്ല റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. BCom പ്ലസ് ACCയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പ്രശ്നം അല്ല, അതൊരു ഭയങ്കര ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതിലെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്, BCom പ്ലസ് ACC എടുക്കുമ്പോൾ മിക്ക കോളേജസും ഇങ്ങനെ പറയും, അതായത് 9 പേപ്പർ എക്സംഷൻ, ആകെ 4 പേപ്പർ മാത്രം എഴുതിയാൽ മതി, അങ്ങനത്തെ ഒരു സ്കീം വരുന്നുണ്ട്. പക്ഷെ അതിലെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ACCയിലെ ഓരോ പേപ്പറും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നല്ല ഒരു കോർപ്പറേറ്റിൽ ഒരു നല്ല പൊസിഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും അവിടുത്തെ റിക്വയർമെന്റ്സിനകത്ത് ഈ ACCയുടെ നിരവധി പേപ്പറുകൾ റിക്വയർമെന്റ്സ് ആയിട്ട് പറയും. അങ്ങനെയുള്ള ചില പേപ്പറുകൾ ഈ ACC പ്ലസ് BCom എന്ന പാക്കേജിൽ എക്സംപ്റ്റഡ് ആയിരിക്കും. അതായത് ആ 9 പേപ്പർ എക്സ്ക്ലൂഡഡ് ആയതിൽ ചില കോർപ്പറേറ്റ്സിലെ നല്ല പൊസിഷൻസിലെ റിക്വയർമെന്റ് ആയിട്ടുള്ള പേപ്പറും എക്സംപ്റ്റഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇല്ലാത്ത, നിങ്ങൾ ACCയെ ക്വാളിഫൈ ആവും, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു നോളജ് നിങ്ങൾക്ക് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എന്താ പറയുന്നത്, ഇത് ചെയ്യാൻ പറ്റില്ല, ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കും. അതാണ് ACC പ്ലസ് BComന്റെ ഒരു പ്രശ്നം. അതാ നോക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ എല്ലായിടത്തും ഇല്ല, പക്ഷെ ചില കോർപ്പറേറ്റ്സ് നമ്മൾ നോക്കുന്ന വലിയ പൊസിഷനിലേക്ക്, അതായത് ഇപ്പം ഒരു CFO ആ ഒരു ലെവലൊക്കെ നോക്കുമ്പോഴത്തേക്കിനും ACCA റാങ്ക് ഉള്ള ഒരാളാണെങ്കിൽ ACCAയിലെ ചില പേപ്പർ അവർക്ക് ഇതായിട്ട് പറയും. അതായത് അതാണ് ഈ എക്സ്ക്ലൂഷനിൽ നിന്ന് വ്യത്യാസം വരുത്താനായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനത്തെ ചില പേപ്പർ അവർ മാൻഡേറ്ററി ആയിട്ട് റിക്വയർമെന്റ് പറയാറ്. അതാണ് ACC പ്ലസ് BComന്റെ ഒരു. ഓക്കെ, താങ്ക് യു. ഇനിയുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനായിട്ട്? ഹലോ, ഓക്കെ, ചോദിച്ചോളൂ. എനിക്ക് ജോയൽ സാറിനോടാണ് ചോദിക്കാനുള്ളത്. സാർ മുമ്പേ പറഞ്ഞു കൊമേഴ്സ് വിത്ത് മാത്സ് ചൂസ് ചെയ്തവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും ഈ CA ക്ലിയർ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ CA വിത്തൗട്ട് മാത്സ് ചൂസ് ചെയ്തവർ എങ്ങനെ CA ഫൗണ്ടേഷൻ എന്ന് പറയുന്ന എക്സാം ടാക്കിൾ ചെയ്യും? ഞാൻ പറഞ്ഞത് CA ക്ലിയർ ചെയ്യാനായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്നല്ല, ജസ്റ്റ് CA ഫൗണ്ടേഷൻ. ആ CA ഫൗണ്ടേഷൻ കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ഒരുപോലെയാണ്. ലൈക്ക് ഇപ്പൊ ഞാൻ പറയാം, CA ഫൗണ്ടേഷൻ വിത്തൗട്ട് മാത്സ് ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ക്ലിയർ ചെയ്ത ഒരാളാണ്. കാരണം ഞാൻ അക്കൗണ്ടൻസി പഠിച്ചിട്ടില്ല, ബിസിനസ് സ്റ്റഡീസ് പഠിച്ചിട്ടില്ല, എക്കണോമിക്സ് പഠിച്ചിട്ടില്ല. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്ത ഒരാളാണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, CA ഫൗണ്ടേഷനിലുള്ള ടോപ്പിക്ക് കൊമേഴ്സ് വിത്ത് മാത്സ് പഠിച്ച സ്റ്റുഡൻസിന് ഫെമിലിയർ ആയിരിക്കും. പക്ഷേ കൊമേഴ്സ് വിത്ത് മാത്സ് ആ സിലബസിൽ, CBSE സിലബസിൽ പോലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഫൗണ്ടേഷനിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അതിലും ഒരു ഡബിൾ ആയിട്ട് സ്റ്റാൻഡേർഡ് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് ടോപ്പിക്സ് ഫെമിലിയാരിറ്റി ഉണ്ടാവും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അവരും അതേപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി മാർക്ക് മേടിച്ച് പാസ്സാവാൻ പറ്റത്തുള്ളൂ. കൊമേഴ്സ് വിത്ത് മാത്സ് പഠിച്ചുകൊണ്ട് ക്ലിയർ ആവാനല്ല അഡ്വാൻറ്റേജ്, അവർക്ക് പഠിക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ അപ്പോഴും അവരും അവരുടേതായിട്ടുള്ള ആ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ, പാസ്സാവാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മാത്സ് ആണെങ്കിൽ പോലും മാത്സ് ഫുള്ള് ഇതാണ്, MCQ ആണ്. ഫൗണ്ടേഷനിൽ മാത്സ് ഫുള്ള് MCQ ആണ്, മാത്സ് എക്കണോമിക്സും MCQ ആണ്. ഈ ഒരു MCQ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വന്നെങ്കിലേ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ +2 മാത്സ് പഠിച്ച ഇതുകൊണ്ട് മാത്രം മാത്സ് CA ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. കാരണം സാധാരണ ഒരാൾ പഠിക്കുന്നത് പോലെ തന്നെ അവരിരുന്ന് പഠിക്കണം. അവർക്ക് ടോപ്പിക്സിൽ ഫെമിലാരിറ്റി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അതൊരു വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല.